കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയയിൽ പിഴവെന്ന പരാതി. കൈക്ക് പൊള്ളലുള്ള യുവാവിന് കമ്പ് മാറിയിട്ടെന്ന് ആണ് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന ശക്തമായപ്പോഴാണ് പിഴവ് തിരിച്ചറിഞ്ഞത്. അതേസമയം 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതിൽ ചികിത്സാ വീഴ്ചയുണ്ടെന്ന പ്രാഥമിക നിഗമനം. കുട്ടിയുടെ കുടുംബത്തിന്റെ വാദം ശരിയെന്ന പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ തുടരുകയാണ്. ആനന്ദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ നമ്മൾ പരിശോധിച്ചൊരു വാർത്ത തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം. അല്ലെങ്കിൽ കൈവിരലിന് പരിക്കേറ്റ് അല്ലെങ്കിൽ കൈവിരൽ ഒന്ന് സർജറി ചെയ്യാൻ വന്നൊരു കുട്ടിയെ നാവിൽ സർജറി ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഡോക്ടർ മാപ്പ് ഏറ്റു പറഞ്ഞിട്ട് പോലും ഡോക്ടർമാരുടെ സംഘടനയും സർക്കാരും എല്ലാം ഡോക്ടറെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ദേവിക, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയാ പിഴവുകൾ ഒരു തുടർക്കഥയാവുന്ന വാർത്തകളാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കൈക്ക് പൊട്ടലുമായി ആശുപത്രിയിലെത്തിയ രോഗിയുടെ കമ്പി, അതായത് മറ്റു കൈയിൽ പൊട്ടലേൽക്കാത്ത കൈയിലേക്ക് കമ്പി മാറ്റിയിട്ടു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേദന ശക്തമായപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് രോഗി ഡോക്ടർ വീണ്ടും സമീപിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു ധാരണയിലേക്ക് ഈ രോഗി എത്തുന്നത്. തുടർന്ന് ഡോക്ടർ വീണ്ടും ശസ്ത്രക്രിയ നടത്തിക്കൊണ്ട് നമുക്ക് മാറ്റിയിടാമെന്ന് പറയുമ്പോഴും ഈ രോഗി അത് നിഷേധിക്കുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ശസ്ത്രക്രിയ പിഴവുകൾ ഒരു തുടർക്കഥയാവുന്ന വാർത്ത പുറത്തു വരും. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ 4 വയസ്സുകാരി, അത് കൈക്ക് ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ കുട്ടിയുടെ നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നു. തുടർന്ന് ആ വിഷയത്തിൽ തന്നെ ഈ ഡോക്ടറെ ബിജോൺ ജോൺസനെ സസ്പെൻഡ് ചെയ്യുന്ന, മെഡിക്കൽ ബോർഡ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മാത്രമല്ല പോലീസ് കേസെടുക്കുക പോലും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ആ കേസിനെ സംബന്ധിച്ച് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോലീസ് എന്തായാലും ഈ പരാതിയെ ഏകദേശം ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അവിടുത്തെ ഡോക്ടർമാരിൽ നിന്നടക്കം രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും കുടുംബത്തിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലും അത്തരത്തിൽ ഈ കുടുംബത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ കുട്ടി അവിടേക്ക് എത്തിയത് കൈക്ക് ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണ്, നാവിന് ചികിത്സിക്കാൻ വേണ്ടിയല്ല. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ കുട്ടിക്ക് നാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളയാൻ കളിയാൻ വേണ്ടി സാധിക്കില്ല. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാവ് ജനൻ ടിവിയോട് വ്യക്തമാക്കിയിരുന്നു കുട്ടിക്ക് നാവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് അത്തരത്തിൽ കുടുംബത്തിൻ്റെയോ മറ്റു ബന്ധുക്കളുടെയോ ഒന്നും ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയോ പോലും ഡോക്ടർമാർ ചെയ്തിരുന്നില്ല എന്ന് കുട്ടിയുടെ മാതാവ് കഴിഞ്ഞ ദിവസം ജനൻ ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഈ തെറ്റ് പറ്റിയ എന്ന് മനസ്സിലായപ്പോൾ ഡോക്ടർ ഇത്തരത്തിൽ മാപ്പ് ഏറ്റുപറഞ്ഞതായും കുട്ടിയുടെ മാതാവ് വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവം, അതായത് വിചിത്രമായിട്ടുള്ള ഒരു സംഭവം വരുന്നത് ഈ KGMCT ഡോക്ടർമാരുടെ സംഘടന ഈ ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ട് നേരത്തെ രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ ഈ ശസ്ത്രക്രിയ ചെയ്തതിൻ്റെ പിന്നിലെ കാരണം ഇപ്പോൾ കുട്ടിക്ക് പ്രശ്നമില്ലെങ്കിലും ഭാവിയിൽ കുട്ടിക്ക് ഇത്തരത്തിൽ ഈ ചെറുനാക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രഥമ പരിഗണന നൽകി അത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്തതെന്നുള്ള ഒരു വിചിത്രവാദവുമായി ഡോക്ടർമാരുടെ സംഘടനയടക്കം വളരെ മുൻപ് തന്നെ നമ്മൾ ഇത് പരിശോധിച്ചതാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പോലും ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത് തെറ്റായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം പിഴവുകൾ സംഭവിക്കുമ്പോൾ ഡോക്ടർമാരെ ന്യായീകരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി വരുന്നത്. ഇത് ആരോഗ്യവകുപ്പ് ഭാഗത്ത് നിന്ന് ഉണ്ടായ ആ ഒരു പിഴവിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും ലഭിക്കുക വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വീണ്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നിരുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കുകയോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ആരോഗ്യമന്ത്രിയെ ഒഴിവാക്കുകയോ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമായി തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളടക്കം രംഗത്ത് നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ വാർത്ത കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു ശസ്ത്രക്രിയാ പിഴവിൻ്റെ വാർത്തയുമായും കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷങ്ങളായി, അതായത് ഈ ഹർഷീനയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 5 വർഷമാണ് ആ യുവതിക്ക് ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ ശസ്ത്രക്രിയ പിഴവിൽ ഈ വയറ്റിൽ കത്രിക പട്ടുകൂടിയുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിന്നാണ് ഇത്തരത്തിൽ തൻ്റെ വയറ്റിൽ കത്രിക ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ യുവതി തിരിച്ചറിയുന്നതും വളരെ ഖേദപ്പെട്ട ഒരു കാര്യം. ആ യുവതി ഇപ്പോഴും തുടർ ചികിത്സയ്ക്കായി പണമില്ലാതെ യുവതിയുടെ സമരസമിതി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ആഴ്ച കേരളം കണ്ടതാണ്. അപ്പോൾ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയ പിഴവിൻ്റെ വാർത്തയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വാർത്തകളിൽ ഇടന്നിടുന്നത്. തീർച്ചയായും ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം. ശരി, ആനന്ദ് പുത്തൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.